ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാൻ നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ ഫ്രിഡ്ജ് എങ്ങനെ ആയിരിക്കും ഒരു 3 വീക്ക് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ പല പല സാധനങ്ങളും കുറേ അതും ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫുള്ളായി ഡീപ്പ് ക്ലീനാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതായാലും ഫ്രിഡ്ജ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതിനായിട്ട് ഇനി വേറെ ടൈമൊന്നും കളയണ്ടല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാമെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇപ്പോൾ വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞതോടെ തന്നെ നിറയെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല പല സാധനങ്ങൾ നമ്മൾ കുറേ മുന്നെടുത്ത് വെച്ച സാധനങ്ങളും കട്ട് ചെയ്തതും അങ്ങനെ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് മൊത്തത്തിലൊന്ന് നമുക്ക് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തത്തിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഓരോ ഷെൽഫുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഫസ്റ്റ് സാധനങ്ങൾ മൊത്തത്തിലൊന്ന് പുറത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ ഇനി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ കുറേ പൊടികളും ഇതൊക്കെ കല്യാണത്തിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും നന്നാക്കാനായിട്ട് നിന്നിട്ടില്ലായിരുന്നു. പിന്നെ സോയ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും അതൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ബാക്കി. അപ്പം നമുക്കത് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ എടുക്കാമല്ലോ. അപ്പം അതൊന്നും ഒഴിവാക്കുന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് ഡേറ്റ് ഒന്നും കഴിയാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. പിന്നെ നെയിൽക്കോൺ വരെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വെഡ്ഡിങ്ങിന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇന്ന്. അപ്പോൾ അതൊക്കെ ഇനി പുറത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലുള്ള മൊത്തം സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. നമുക്കിതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഒന്നായിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. പിന്നെ ഇതൊക്കെ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് ഫ്രിഡ്ജ് നമ്മൾ 1 വീക്ക് ആകുമ്പോൾ തന്നെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ ക്ലീൻ ആക്കേണ്ടി വരില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ കുറേ ടൈം നമ്മൾ ക്ലീൻ ആക്കാതെ നിൽക്കുമ്പോഴാണ് കേട്ടോ, കുറേ ദിവസങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യാതെ നിൽക്കുമ്പോൾ അതൊന്നായിട്ടും ഫുള്ള് കച്ചറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1 വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര തോനെ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ചായല്ലോ, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വാങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം സാധനങ്ങളും പുറത്തേക്ക് വെക്കുകയാണ്.
അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഞാൻ മാറ്റാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മീഷോയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന മാറ്റ്. അപ്പം നമുക്ക് സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സൈസ് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ അടിപൊളിയായിരിക്കും. കാരണം ഷീറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അതിലേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഗ്ലാസ്സിലൊന്നും കൂടുതലായിട്ട് അയക്കൊന്നുണ്ടാവില്ല, കാരണം ഈ ഷീറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ എന്താ പറയുക, ഇത് വരുമല്ലോ, നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അതിന്മേൽ സ്ക്രാച്ചൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് വെക്കാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിത് മീഷോ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ വെക്കുകയും ചെയ്യാം. ഇനി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. അപ്പം ഫുള്ള് ഞാനിതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്ത്. അപ്പോൾ കുറച്ച് കച്ചറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഗ്ലാസിൻ്റെ ഐറ്റംസുകളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫെയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് ഇതായതിൻ്റെ ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളടുത്ത് ഏതാ ഉള്ളത്, ലിക്വിഡ് ഏതാ ഉള്ളത് അത് എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഡീപ്പ് ക്ലീനാണ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് തന്നെ വാഷ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചധികം ദിവസങ്ങളായല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ മുഴുവനായിട്ട് വാഷ് ചെയ്ത് കുറച്ച് ടൈം അവിടെ വെച്ചതിൻ്റെ ശേഷം കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് അതിലേക്ക് എഗ്ഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം എഗ്ഗ് ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ, ഇനി അതൊക്കെ വാങ്ങിയിട്ട് വേണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ സോസേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിനി ശരിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഡേറ്റ് കഴിഞ്ഞതൊക്കെ നോക്കിയിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്, ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇതൊന്നും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മളിത് അങ്ങനെ സൈഡിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിതാ ഒരു കുറച്ച് ടൈം അവിടെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് വെച്ചാലാണ് നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം വാഷ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വെക്കുകയാണ്.
ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് ബോക്സിലാക്കി വെക്കാനും പിന്നെ വേണ്ടാത്തതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെയാണ് കേട്ടോ ഇനി ചെയ്യാനുള്ളത്. അപ്പം ഞാനിതാ ഈ മസാല പൗഡേഴ്സ് പിന്നെ കുരുമുളക് പൗഡർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഓരോ കുപ്പികളിലാക്കി വെക്കുകയാണ് കേട്ടോ. മറ്റേത് ആ പാക്കറ്റിലാവുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇതിൽ ബോക്സിലാക്കുമ്പോൾ നമ്മളത് ഓരോന്നായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ കുറേ ചെറുനാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ദിവസമായിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പം അതൊക്കെ ഞാൻ എന്ത് ചെയ്തത് ഒരു പാത്രത്തേക്ക് വെക്കുകയാണ്. പിന്നെ അത് കുറച്ച് ബോക്സുകളുണ്ടായിരുന്നേ, അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഓരോന്ന് നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ മറ്റേ ബോക്സിൽ നമ്മൾ മാഗി ക്യൂബ് പിന്നെ ഫിഷ് മസാല പിന്നെ ഉണക്ക നാരങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സംഭവം എന്താണെന്ന് നോക്കി, അപ്പോൾ അത് കുടംപുളിയാണ് കേട്ടോ. പിന്നെ ഇത് ഫിഷ് മസാല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പൊട്ടിക്കാത്ത പാക്കറ്റ്സുകളുണ്ടാവും. ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെക്കാം. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് ഒഴിവാക്കിയും കളയുകയും ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ബോക്സ് ഉണ്ടായിരുന്നു, അതിലും ഇതേപോലെ പൗഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചിക്കൻ അപ്പോൾ ഞാനിതാ ഫുള്ള് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇതാ ബോക്സിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.